ശ്രീ നിസാം സെയ്ദ്, വി.ഡി. സതീശന്റെ ഒരു പ്രതികരണത്തിന്റെ ഭാഗം വായിക്കാം. പാർട്ടിക്ക് ഒരു ക്ഷീണവുമില്ല, പാർട്ടിയെക്കുറിച്ച് അഭിമാനമാണുള്ളത്. കോൺഗ്രസ് കേരളത്തിൽ ചെയ്ത പോലെ രാജ്യത്ത് ഏതെങ്കിലും പാർട്ടി ചെയ്തിട്ടുണ്ടോ? ഇന്നലെയാണ് പുതിയ പരാതി വന്നത്. ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. ഏതാണ് ഈ ഉചിതമായ സമയം? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പാർട്ടിക്കൊരു ഉചിതമായ സമയം ഇനിയും ആയിട്ടില്ലേ? വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അത്ര പേരുകേട്ട പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ് എന്ന് നമുക്കെല്ലാം അറിയാം. കോൺഗ്രസിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അതിൻ്റേതായ സമയമുണ്ട്. പലപ്പോഴും ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കാൻ കഴിയുന്ന പാർട്ടിയല്ല. തീരുമാനങ്ങൾ നീണ്ടുപോകുന്നത് കൊണ്ട് പാർട്ടിക്ക് പലപ്പോഴും ദൂഷ്യവുമുണ്ടാറുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പാർട്ടി വളരെ കൃത്യമായ സമയങ്ങളിൽ തന്നെ നിലപാടെടുത്തു, നടപടികളെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 നടപടിയെടുത്തു. ഈ വിഷയം അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അതൊന്നാമത്തെ നടപടി. ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. മൂന്നാമത്തെ നടപടി, സാധാരണഗതിയിൽ സസ്പെൻഡ് ചെയ്ത MLA-മാരെ സസ്പെൻഡ് ചെയ്താൽ അത് നിയമസഭാ സ്പീക്കറെ അറിയിക്കുന്ന കീഴ്വഴക്കമില്ല. അവർ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി തന്നെ തുടരുകയാണ് ചെയ്തത്. ഈ സമ്മേളനത്തിലും കഴിഞ്ഞ സഭയിലും ഒക്കെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ ആരെയും നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിയതായി ഔദ്യോഗികമായി സ്പീക്കറെ അറിയിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി നിയമസഭാ സ്പീക്കറെ അറിയിക്കുകയും അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരുത്തുകയും ചെയ്തു. ഇപ്പോഴൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകന് കാണിക്കേണ്ട വിശുദ്ധിയോ മാന്യതയോ പക്വതയോ ഒന്നും കാണിച്ചു എന്നുള്ള വിശ്വാസം എനിക്കില്ല. അദ്ദേഹം ഇത്തരം നടപടികൾ തനിക്കെതിരെ വരുമ്പോൾ അദ്ദേഹം ഒന്ന് പിൻവാങ്ങി പാർട്ടിയിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിൻവാങ്ങി നിൽക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ തന്നെ ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട ഒരു ധാർമ്മികതയും പുലർത്തിയിട്ടില്ല. അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് അർഹനായ വ്യക്തിയാണെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല, ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളത്തെ കീഴ്വഴക്കങ്ങളിൽ കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി നിലപാടെടുത്തു. വി.ഡി. സതീശൻ പറഞ്ഞത് പാർട്ടിക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല എന്നാണ്. താങ്കൾ കരുതുന്നുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലപാട് നടപടിയെടുത്തു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ഇക്കാര്യത്തിൽ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ഈ വിഷയം ഒരു ക്ഷീണവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് കരുതുന്നുണ്ടോ? പാർട്ടിക്ക് ക്ഷീണമുണ്ടായാലേ രാഹുലിൻ്റെ മേൽ ഒരു നടപടിയും ഇതേവരെ പാർട്ടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ രാഹുലിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു തെറ്റും ഇതേവരെ ഒരു തെറ്റും സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതില്ല. പാർട്ടിക്ക് കിട്ടിയ ഒരു പരാതി അതേ ദിവസം തന്നെ പാർട്ടി DGPക്ക് കൈമാറുകയും ചെയ്തു. പാർട്ടിക്ക് ഇതിൻ്റെ പേരിൽ ഒരു ആഘാതവും സംഭവിച്ചില്ല. പക്ഷേ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ പാർട്ടിക്ക് സംഭവിച്ച ഒരു പിന്മാറ്റം, ഒരു കുറവ് എന്ന് പറയുന്നത് ശബരിമല വിഷയം ഇവിടെ വളരെ സജീവമായി ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നരേറ്റീവിനെ മാറ്റാനായി ഈ ഒരു പുതിയ നരേറ്റീവ് പൊതുജന മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുവാൻ CPM ശ്രമിച്ചു, മുഖ്യമന്ത്രി ശ്രമിച്ചു. അത് വളരെ വിജയകരമായി മാധ്യമങ്ങൾ പിന്തുടർന്നു. അങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ശബരിമല വിഷയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ അകർന്നിട്ടില്ല. മാധ്യമ നരേറ്റീവിനെ മാറ്റാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുന്ന ഒരു നടപടി, കോൺഗ്രസിന് ധാർമ്മികമായി ഒരു കുറ്റബോധം തോന്നേണ്ട എന്തെങ്കിലും ഒരു തെറ്റ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇതേവരെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.